ടൂറിസം ഫെസ്റ്റിന് തുടക്കമായി. സംസ്ഥാന ഉത്തരവാദിത്വ ടൂറിസം മിഷൻ സൊസൈറ്റി, DTPC, എഴുമാന്തുരുത്ത് ടൂറിസം ക്ലബ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ടൂറിസം ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഫെസ്റ്റിന്റെ ഉദ്ഘാടനം മന്ത്രി VN വാസവൻ നിർവഹിച്ചു. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന മൂന്നാമത് കടുത്തുരുത്തി ടൂറിസം ഫെസ്റ്റ് ഡിസംബർ 31 വരെ എഴുമാന്തുരത്തിൽ നടക്കുമെന്ന് കടുത്തുരുത്തി പഞ്ചായത്ത് അധികൃതർ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കടുത്തുരുത്തി പഞ്ചായത്ത് സംസ്ഥാന ഉത്തരവാദിത്ത ടൂറിസം മിഷൻ സൊസൈറ്റി, DTPC, എഴുമാന്തുരത്ത് ടൂറിസം ക്ലബ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ടൂറിസം ഫെസ്റ്റ് നടത്തുന്നത്. ഫെസ്റ്റിന്റെ ഉദ്ഘാടനം മന്ത്രി VN വാസവൻ നിർവഹിച്ചു. MLA മോൻസ് ജോസഫിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ഫെസ്റ്റ് നഗരിയിൽ ദിവസവും രാവിലെ 8 മുതൽ മത്സരങ്ങളും വൈകുന്നേരം 6 മുതൽ കലാപരിപാടികളും നടക്കും. സ്കൂൾ വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും വിവിധ കലാപരിപാടികളും വേദിയിൽ അരങ്ങേറി. ക്രിസ്തുമസ് ദിനത്തിൽ കരോൾ മത്സരങ്ങളും ഉണ്ടായിരുന്നു. ഡിസംബർ 30-ന് തുഴച്ചിൽക്കാർ പങ്കെടുക്കുന്ന കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പ് നടക്കും. 31-ന് 5 പേർ തുഴയുന്ന വനിതകളുടെയും 10 പേർ തുഴയുന്ന പുരുഷന്മാരുടെയും വള്ളംകളി മത്സരവുമുണ്ട്. സംഗീത നിശ, കളരിപ്പയറ്റ് പ്രദർശനം, നാടൻ പാട്ട് എന്നിവയും വിവിധ ദിവസങ്ങളിലായി രാത്രിയിൽ അവതരിപ്പിക്കും. എഴുമാന്തുരുത്ത് മാളയേക്കൽ കടവ് മുതൽ ആയാങ്കുടി പള്ളിത്താഴം വരെയുള്ള ബണ്ട് റോഡിലാണ് ഫെസ്റ്റ് നടക്കുന്നത്. കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്തിന്റെ ഗ്രാമീണ മേഖലയായ എഴുമാന്തുരത്തിന്റെ ഗ്രാമത്തിന്റെ നന്മ ഈ ലോകത്തിലെ വിദേശ സഞ്ചാരികളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. എഴുമാന്തുരത്തിൽ ഒരു പ്രത്യേകതയായ അതൊരു മത്സ്യത്തൊഴിലാളികളുടെയും കൂടെ ഒരു ഇടമാണ്. വലവീശൽ മത്സരം, അതുപോലെ തന്നെ ചൂണ്ടയിടിയിൽ മത്സരം, പിന്നെ ഡക്ക് ക്യാച്ചിങ്, ഇതൊക്കെ സാധാരണ ആളുകൾക്കപ്പുറം ഇവിടെ ഉള്ളവർക്ക് പരിചയമുള്ള ഈ കാര്യങ്ങൾ ഒരു മത്സരം എന്ന രീതിയിൽ ജനങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ അവതരിപ്പിക്കുകയാണ്. പിന്നെ സഞ്ചാരികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവിടെ കുട്ടവഞ്ചി നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ പെഡൽ ബോട്ടിങ്, സ്പീഡ് ബോട്ട്, അതുപോലെ കയാക്കിങ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, കുതിര സവാരി, പിന്നെ വള്ളത്തിൽ പോയി നമുക്ക് ആമ്പൽ വസന്തം കാണാനായിട്ട് ഒരുപാട് ആമ്പലുള്ള ഒരു പ്രദേശമാണ്. ആമ്പൽ വസന്തം കാണുവാനുള്ള ഒരു സൗകര്യം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കുടുംബശ്രീയും അതുപോലെ തന്നെ ഉത്തരവാദിത്ത ടൂറിസം മിഷന്റെ വിവിധ യൂണിറ്റുകളുണ്ട്, സ്വാശ്രയ സംഘങ്ങൾ. അപ്പൊ അവരുടെ പ്രോഡക്റ്റുകൾ ഇവിടെ വിൽപ്പനയ്ക്കും വെക്കാനും ആ ഒരു പ്രദർശനവും കൂടെ ഇവിടെ നമ്മൾ ഒരുക്കുന്നുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് NB സ്മിത, പഞ്ചായത്ത് സെക്രട്ടറി K സന്തോഷ് കുമാർ, മെമ്പർമാരായ നോബി മുണ്ടയ്ക്കൻ, അർച്ചന കാപ്പിൽ, ശാന്തമ്മ രമേശൻ, സിബി പ്രമോദ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഐവിഷൻ, പിറവം. IT രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ. IT മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള 3 മാസത്തെ CCNA നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം. നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം. ISP സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന 100% പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു. രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നിയർ റെയിൽവേ സ്റ്റേഷൻ, പുതുക്കാട്.